Good afternoon. Okay. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞത്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെന്റ്. അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സും പറഞ്ഞു അല്ലെ. ഇന്റേണൽ ഫാക്ടേഴ്സിൽ നമ്മൾ എത്ര 3 പോയിന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏതൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി regulated by the organization itself. അല്ലെ, ഓർഗനൈസേഷനിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകങ്ങളെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിലേതൊക്കെയാ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് പോളിസി, മൂന്നാമത്തത് സൈസ് ഓഫ് ഫേം, നാലാമത്തെയാണ് കോസ്റ്റ്. ഇതിയല്ലേ നമുക്ക് പഠിക്കാനുള്ളത്? കോസ്റ്റ്. Recruitment expense are borne by the employer. ഒരു റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് വഹിക്കുന്ന ആളാരാണ്? എംപ്ലോയർ ആണ്. അണ്ടർലൈൻ ചെയ്തോ ട്ടോ. Recruitment expenses are borne by the employer. എംപ്ലോയർ ആണ് ഒരു റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് വഹിക്കുന്നത്. Therefore, the organization try to make the use of source of recruitment which gives more output in less cost. അപ്പൊ റിക്രൂട്ട്മെന്റിന്റെ ആ എക്സ്പെൻസ്, അതിന് വരുന്ന ചെലവ് വഹിക്കുന്നത് എംപ്ലോയർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാപനം എങ്ങനെയാ അത് സെലക്ട് ചെയ്യുന്നത്? ഓക്കെ, ലെസ് കോസ്റ്റ്, കുറഞ്ഞ ചെലവില് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഉപയോഗിക്കാനാണ് ഓർഗനൈസേഷൻസ് ശ്രമിക്കുന്നത്. അത് വെച്ചാൽ ഒത്തിരി കോസ്റ്റ് കൂടുതൽ വരുമ്പോൾ നമുക്ക് എന്താ, അത് എംപ്ലോയറിന് തന്നെയാണെന്ന് പറഞ്ഞു നമ്മൾ എക്സ്പെൻസ് വഹിക്കേണ്ടത്. റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് വഹിക്കുന്നത് എംപ്ലോയർ ആണ്. അതുകൊണ്ട് ഓർഗനൈസേഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരിക്കണം? കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന കുറഞ്ഞ ചെലവില് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്ന സോഴ്സ് ഉപയോഗിക്കാനാണ് എല്ലാ ഓർഗനൈസേഷൻസും ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. Process of recruitment. The recruitment process involves the different activities. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ 1-2 സ്റ്റെപ്പിൽ തീരുന്നല്ല. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പല പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ ഒറ്റ ഒരു ഇതുകൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഇൻവോൾവ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, പല പ്രവർത്തനങ്ങളാണ് അതിൽ വരുന്നത്. ത്രൂ വിച്ച് competent potential candidates are selected, searched as specified by human resource planning, job specification. Then recruitment procedures is shown below. Okay, the human resource planning, human resource എന്ന് വെച്ചാൽ മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ് ആസൂത്രണത്തിന്റെയും ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോലിയുടെ നിർദ്ദേശങ്ങൾ. ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ് that specify the qualification, skills and experience needed to perform a job. ഈ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, ഇതൊക്കെ കാര്യങ്ങളുടെ ഡീറ്റെയിൽ അതടങ്ങിയ ഒരു ഡോക്യുമെന്റ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്നിവയിൽ വ്യക്തമാക്കിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സിനെ, ഏറ്റവും കഴിവുള്ള ക്യാൻഡിഡേറ്റ്സിനെ തിരയുന്നതിനായിട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഈ റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ 6 സ്റ്റെപ്പുകളായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നേക്കുന്നത്. ആ സ്റ്റെപ്പുകൾ ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് അവിടെ 6 സ്റ്റെപ്പുകളായിട്ടാണ് തന്നേക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ, ആ ബോക്സ് കണ്ടോ? ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. രണ്ടാമത്തെയാണ് ഐഡന്റിഫൈയിങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്. റിക്രൂട്ട്മെന്റ് സോഴ്സുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു. മൂന്നാമത്തെ കോണ്ടാക്ടിങ് സോഴ്സസ്, സോഴ്സുകളെ കോണ്ടാക്ട് ചെയ്യുന്നു. ദെൻ ആപ്ലിക്കേഷൻ പൂൾ. ദെൻ അടുത്തതാണ് സെലക്ഷൻ പ്രോസസ്. ദെൻ 6ാമത്തെ സ്റ്റെപ്പാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അതവിടെ കോമൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് ഓരോന്നിനും ഇവാലുവേഷൻ ആൻഡ് കൺട്രോളും നടത്തുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിനും. ഇപ്പൊ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്, അതിന് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ നടത്തുന്നുണ്ട്.
ഐഡന്റിഫൈങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്. അങ്ങനെ ഓരോ സ്റ്റെപ്പിനും പറയുന്ന 5 സ്റ്റെപ്പുകൾക്കും എന്താണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. 6ാമത്തെ ആ ഒരു സ്റ്റെപ്പാണ് ഏത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് is the initial step of the recruitment process. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ആരംഭഘട്ടം, ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാ? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ അത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്? Which is the first step? ഏതാ? പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഇനിഷ്യൽ സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. അവിടെ ഡാഷ് ഇട്ടും ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഏതാണ് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസിന്റെ ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. It involves determining the following. ആ റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് നമ്പർ ഓഫ് കോണ്ടാക്ട്. നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കൻസ് ആണ് കേട്ടോ. ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കേഷന്റെ ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, അതാണ് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്യുന്നു, ആസൂത്രണം ചെയ്യുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഇനിഷ്യൽ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന് വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാ? നമ്പർ ഓഫ് കോണ്ടാക്ട് ഉണ്ട്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കേഷന്റെ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇൻഡിവിജ്വലിന്റെ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ. Organization always want to capture more than the required candidates, as they want to make the best choice out of a large number of candidates. അല്ലെ? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തെരഞ്ഞെടുക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷൻ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുകയാണ്. അതിനകത്ത് ആകെ 5 വേക്കൻസി ഉള്ളെങ്കിൽ 5 കാൻഡിഡേറ്റ്സിന് മാത്രമാണ് എടുക്കുന്നത്. ഒരു 50 പേര് വന്നാലാണ് അതിൽ നിന്ന് കൂടുതൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 50 പേരിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് 5 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ always want to capture ചെയ്യുന്നു more than required candidates. ആവശ്യത്തിൽ അധികമുള്ള കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്തിനാ? they want to make the best choice. അതിൽ നിന്ന് വേണം ഏറ്റവും ബെസ്റ്റ് ആരാണ്, ഏറ്റവും ബെസ്റ്റ് 5 പേരെ വേണ്ടെങ്കിൽ 5 പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിൽ നിന്ന് ഒരു നമുക്ക് ആവശ്യത്തിനുള്ള കാൻഡിഡേറ്റ്സിനെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷൻസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. Okay, it also done because many candidates are not willing to join the organization. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ 50 പേര് വന്ന 50 പേരും ആ ജോലിക്ക് വില്ലിങ് ആവോ? കുറച്ചു പേരൊക്കെ നമുക്ക് ജോലിയുടെ കാര്യങ്ങളും ഡീറ്റെയിലും ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോ നമുക്ക് കുറച്ചു പേര് അതിന് വില്ലിങ് ആവണമെന്നില്ല, തയ്യാറാവണമെന്നില്ല. എന്തുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ ക്യാപ്ചർ ചെയ്യുന്ന എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ഓൾസോ ഡൺ ബിക്കോസ് മെനി കാൻഡിഡേറ്റ്സ് ആർ നോട്ട് വില്ലിംഗ് ടു ജോയിൻ ദ ഓർഗനൈസേഷൻ. കണ്ടോ? കുറെ കാൻഡിഡേറ്റ്സ് അവിടെ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വില്ലിംഗ് ആവുന്നില്ല. And a few of them may not be fulfilling the selection criteria. ഇനി കുറച്ച് കാൻഡിഡേറ്റ്സ് ചിലപ്പോ സെലക്ഷൻ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല. സെലക്ഷൻ ക്രൈറ്റീരിയ കുറച്ച് പേര് ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് പേരൊക്കെ പോകൂലേ? കുറച്ച് കാൻഡിഡേറ്റ്സ് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സ്ഥാപനം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ? കുറച്ച് കാൻഡിഡേറ്റ്സ് ചിലപ്പോ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വില്ലിംഗ് ആവുന്നില്ല. കുറച്ച് പേര് ആ ഓർഗനൈസേഷന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണമെന്നില്ല, നിറവേറ്റണമെന്നില്ല. സോ
whenever a recruitment program is thought of. അതുകൊണ്ട് recruitment program ആലോചിക്കുമ്പോഴെല്ലാം organization എന്ത് ചെയ്യുന്നു? The organization has to think about the quantity of application. underline ചെയ്തോട്ടാ. Quantity, applications in the quantity ആണ് പറയുന്നത്. It should be get so as to fill as its vacancies with the suitable candidates. അതുകൊണ്ട് അല്ലെ നമ്മൾ എന്താ അനുയോജ്യമായിട്ടുള്ള suitable ആയിട്ടുള്ള ആ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് അതനുസരിച്ച് എത്ര ആപ്ലിക്കേഷൻസ് നമ്മൾ സ്വീകരിക്കണമെന്ന് ഓർഗനൈസേഷൻ ചിന്തിക്കുന്നുണ്ട്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടത്തുമ്പോഴെല്ലാം എന്താണ് ഓർഗനൈസേഷൻ എന്താ ചിന്തിക്കുന്നത്? The quantity of application, it should get it so as to fill all its vacancies with the suitable candidates. എല്ലാ വേക്കൻസിയും suitable candidatesനെ ഫില്ല് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻസ് ചിന്തിക്കുന്നു. അതുകൊണ്ട് ഒരു കൂട്ടം വേണം. ഇപ്പൊ 10 വേക്കൻസി ഉള്ളൂ, 10 പേര് മതിയോ? 10 ആപ്ലിക്കൻസ് ആകുമ്പോഴത്തേക്ക് ശരിയാവോ? ഒരു 100 പേരുണ്ടെങ്കിലാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ആ കറക്റ്റ് ജോബ് പൊസിഷൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ പറഞ്ഞേക്കുന്നേ? ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആലോചിക്കുമ്പോഴെല്ലാം അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ ഉപയോഗിച്ച് അതിന്റെ എല്ലാ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് എത്ര ആപ്ലിക്കേഷൻസ് സ്വീകരിക്കണമെന്ന് ഓർഗനൈസേഷൻ ചിന്തിക്കേണ്ടതുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കേഷൻ, അതാണ് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങില് നമ്മൾ ആദ്യം എന്താണ് എത്ര ആപ്ലിക്കൻസ്, അത് കറക്റ്റ് ആയിട്ടുള്ള ആ ജോബ് ഫില്ല് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള എത്ര എണ്ണം ആപ്ലിക്കൻസ് വേണം എന്നുള്ളത് ഓർഗനൈസേഷൻ ചിന്തിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാ അവർ സെലക്ട് ചെയ്യുന്നത്? ഒരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിൽ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് അവര് സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തത് നോക്കിയേ, type of conduct. Type of conduct. It pertains to the individual who should be informed about the job vacancy according to the job description and the job specification. ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ കുറിച്ചുള്ള കാര്യങ്ങള്, ജോബിന്റെ നിർദ്ദേശങ്ങള്, ജോബ് സ്പെസിഫിക്കേഷൻ, ജോലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അല്ലെ? ജോലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ജോലിയുടെ നിർദ്ദേശങ്ങള്, ഇതൊക്കെ അനുസരിച്ച് നമ്മള് ഈ എന്താണ് അതിനെക്കുറിച്ച് അറിയിക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് പെർട്ടൈൻ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും അനുസരിച്ച് അതിനെക്കുറിച്ച് അറിയിക്കേണ്ട കാൻഡിഡേറ്റ്സുമായിട്ട്, അതിനെക്കുറിച്ച് അറിയിക്കേണ്ട ഇൻഡിവിജ്വലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ജോലിയില് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറ്റ് പെർട്ടൈൻ ടു ദ ഇൻഡിവിജ്വൽ ഹു ഷുഡ് ബി ഇൻഫോംഡ് അബൌട്ട് ദ ജോബ് വേക്കൻസി. ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. എന്തനുസരിച്ച്? അക്കോർഡിംഗ് ടു ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ജോലിയെ കുറിച്ച് അറിയിക്കേണ്ട ആളുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. അതായത് ജോലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയണം, കാൻഡിഡേറ്റ്സിനോട് പറയണം. അപ്പൊ അത് രണ്ടുമാണ് ഏത് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്നത്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ഇനിഷ്യൽ സ്റ്റെപ്പാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഇനിഷ്യൽ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. അതിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്പർ ഓഫ് കോണ്ടാക്ട്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് നോക്കിയേ, ഐഡന്റിഫൈങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്.
ഇനി റിക്രൂട്ട്മെന്റ് സോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. റിക്രൂട്ട്മെന്റ് സോഴ്സ് നോക്കിയേ. വൺ ദ റിക്രൂട്ട്മെന്റ് പ്ലാൻ ഈസ് ഫൈനലൈസ്ഡ്. ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനൽ ആയി കഴിഞ്ഞാൽ എന്താണ്? റെപ്രസെന്റിംഗ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന എണ്ണം, അതുപോലെ തന്നെ അത്രയും യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ അത് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് ഓക്കെ ആയി കഴിഞ്ഞാൽ then must be attracted in such a way that they offer themselves for employment. അവരെന്ത് ചെയ്യണം? തൊഴിലിനായി സ്വയം ഓഫർ ചെയ്യണം. അതായത് കാൻഡിഡേറ്റ്സിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യണം. അതിനുള്ള സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം. റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനൽ ആയി കഴിഞ്ഞാൽ, അതായത് അത്രയും നമ്പറും അതേ ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫൈനൽ ആയി കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? they must be attracted. അവരെ അതിലേക്ക് അട്രാക്ട് ചെയ്യണം. അവരെ എന്ത് ചെയ്യണം? അതിലേക്ക് അട്രാക്ട് ചെയ്യണം. ഓക്കെ, അതിൽ പറഞ്ഞേക്കുന്നതാണ്. They must be attracted in such a way that they offer themselves for employment. ജോലി അവർ ഓഫർ ചെയ്യണം. അതായത് ഇതാണ്, നമുക്ക് സാലറി കൂട്ടി തരാം, അല്ലെ, PF തരാം, ഗ്രാറ്റുവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓഫർ ചെയ്യുമ്പോൾ എംപ്ലോയി തന്നെ അട്രാക്റ്റീവ് ആവും. അല്ലെ, എനിക്ക് അവിടെ ജോലി കിട്ടിയാൽ കൊള്ളാം എന്നൊരു തോന്നല് നമുക്ക് വരും. അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം, നല്ല സാലറി ഉണ്ട്, എനിക്ക് അവിടെ ജോലി കിട്ടണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് അവര് തന്നെ പറയും. അതാണ് അവരെ അട്രാക്ട് ചെയ്യണം അതിലേക്ക്. അതിനുള്ള സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം. Hence, it is essential to identify the source from which these candidates can be attracted. അപ്പോ ഇങ്ങനെ ആ കാൻഡിഡേറ്റ്സിനെ, അപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യുന്ന ആ സോഴ്സുകൾ ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം. Hence, it is essential. ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തിന്? To identify the sources from which these candidates can be attracted. ഈ ഏത് കാൻഡിഡേറ്റ്സ് ആണോ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന ആ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യിക്കുന്ന സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സാലറി കൂട്ടിത്തരാം, PF, ഗ്രാറ്റുവിറ്റി, ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ അത് ഏതാണോ ആ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ അവിടെ. അവര് സ്വയം എനിക്ക് അവിടെ ചേരണം, അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതിനുള്ള സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യണം. അത് അത്യാവശ്യമാണ്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ. അപ്പൊ ഒന്നാമത്തെ റിക്രൂട്ട്മെന്റ് പ്ലാനിങ് പറഞ്ഞു, രണ്ടാമത്തെ ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഇനി നോക്കിയേ, കോണ്ടാക്ടിങ് സോഴ്സസ്. കോണ്ടാക്ടിങ് സോഴ്സസ്. After the final decision about the source of selecting the potential candidates, the procedure of contacting these sources is initiated. First line underline ചെയ്തിട്ടേ. Source of selecting the potential candidates, the procedure of contacting these sources is initiated. അപ്പൊ അതിനുശേഷം അടുത്തത് നമ്മൾ ഫൈനൽ ഡിസിഷൻ നമ്മൾ എടുത്തു. സോഴ്സ് ഓഫ് സെലക്ടിങ് ദ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്, അതിന്റെ ഫൈനൽ ഡിസിഷന് ശേഷം അടുത്ത പ്രൊസീജിയർ എന്താ? കോണ്ടാക്ടിങ് ദി സോഴ്സസ് ഈസ് ഇനിഷ്യേറ്റഡ്. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധ്യതയുള്ള നമുക്ക് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫൈനൽ ഡിസിഷന് ശേഷം അത് ആ സോഴ്സുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതിനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ആരംഭിക്കുന്നു. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഈസ് എ ടു വേ പ്രോസസ്. അണ്ടർലൈൻ ചെയ്തേ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ two-way process. There are mainly two parties. രണ്ട് പാർട്ടികളുള്ളത്. ആരൊക്കെയാണ് റിക്രൂട്ട്മെന്റ് ഒരു two-way process ആണെന്ന് പറഞ്ഞു? അതിൽ ആരൊക്കെയുള്ള ഏതൊക്കെ പാർട്ടീസ് ആണ്? ഏതൊക്കെ ആളുകളുള്ളത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ two-way process ആണ്. അതിൽ ആരൊക്കെ? മെയിൻലി two parties, രണ്ട് പാർട്ടികളുള്ളത്. ആരൊക്കെയാണുള്ളത്? റിക്രൂട്ടറും ഉണ്ട്, റിക്രൂട്ടി ഉണ്ട്. ആരൊക്കെയാ അപ്പൊ ഉള്ളത്?
റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടു വേ പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ് ആണ്. അതിൽ ആരൊക്കെയുള്ള? റിക്രൂട്ടറും ഉണ്ട്, റിക്രൂട്ടി ഉണ്ട്. റിക്രൂട്ടർ എന്ന് പറഞ്ഞ ആരാ? റിക്രൂട്ടർ ആരാ? റിക്രൂട്ട് ചെയ്യുന്ന ആളല്ലേ റിക്രൂട്ടർ. ഈ റിക്രൂട്ട് ആരെയാണ് റിക്രൂട്ട് ചെയ്യുന്നേ? ആ ആപ്ലിക്കൻസ് കാൻഡിഡേറ്റ്സിനെയാണ് റിക്രൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള ടു വേ പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Similarly, the recruiter, on the basis of information about the organization, based on the information about the okay, based on the information about the candidates, the recruiter can select the candidates. Candidates ne select ചെയ്യുന്ന ആരാ? കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള വിവരങ്ങൾ, ആപ്ലിക്കൻസിന്റെ വിവരങ്ങൾ നോക്കിയിട്ട് ആപ്ലിക്കൻസിൽ നിന്നുള്ള ഈ വിവരങ്ങള് അതിനെ ബേസ് ചെയ്തിട്ട് അവരെ സെലക്ട് ചെയ്യണമെന്ന് ആര് നമ്മളെ സെലക്ട് ചെയ്യുന്നത് ആരാ? റിക്രൂട്ടർ. അണ്ടർലൈൻ ചെയ്തേ. റിക്രൂട്ടർ ക്യാൻ സെലക്ട് ദ കാൻഡിഡേറ്റ്സ്. റിക്രൂട്ടർ ആണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. എന്ത് നോക്കിയിട്ട്? ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ. ആ കാൻഡിഡേറ്റ്സ് പറയുന്ന അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ വിവരങ്ങൾ നോക്കിയിട്ട് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? റിക്രൂട്ടർ ആണ് സെലക്ട് ചെയ്യുന്നത്. സിമിലർലി ദ റിക്രൂട്ടി, ഒന്ന് നോക്കിയേ, റിക്രൂട്ടി എന്നാണ് കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കി. റിക്രൂട്ടി, ഞാനിത് എവിടെ പിങ്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്? അവിടെ റിക്രൂട്ടി എന്നാണ് കേട്ടോ. RECRUITEE ആണ്. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. റിക്രൂട്ടി ആണത്. EE ആണ് കേട്ടോ. കണ്ടോ? ടെക്സ്റ്റിൽ നോക്കിയോ? ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റും ഒപ്പം എടുത്ത് വെക്കാട്ടോ. അണ്ടർലൈൻ ചെയ്യാനുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തെടുക്കാം. കറക്റ്റ് ചെയ്തോ? നിഷ, രജിത, വിദ്യ, സ്മിത ഒക്കെ ചെയ്തു. അവിടെ റിക്രൂട്ട് ചെയ്യുന്നാണോ എന്ന് നോക്കട്ടോ. കറക്റ്റ് ആക്കാം അവിടെ. ഇനി സിമിലർലി the recruitee on the basis of the information about the organization take the decision to join the organization. ഇനി റിക്രൂട്ടിക്ക് എന്തുണ്ട്? എന്തിനുള്ള ഒരു ഡിസിഷൻ ഉണ്ട്? നമുക്ക് ആ ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണോ എന്നുള്ള ആ ഒരു ഡിസിഷൻ ആർക്കെടുക്കാം? റിക്രൂട്ടിക്ക് എടുക്കാം. റിക്രൂട്ടിക്ക് എടുക്കാം. മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ് ആണ്. ഇപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ ഞാനാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? ആ സെലക്ട് ചെയ്യുന്ന ആളാരാണ്? റിക്രൂട്ടർ. ഞാനാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നിഷാനെ വേണമെങ്കിൽ എടുക്കാം, സ്മിതേനെ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കും ആരെ ഇവിടെ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും ഞാനാണ്, റിക്രൂട്ടർ ഞാനാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാലോ. അതായത് നിങ്ങൾ ഓരോ കാൻഡിഡേറ്റ്സിനും തീരുമാനിക്കാം. ഞാൻ ഓർഗനൈസേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കാം. ടു ജോയിൻ ദ ഓർഗനൈസേഷൻ. ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണോ, ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യണോ, ഓർ അപ്ലൈ സംവെയർ എൽസ്, അല്ലെങ്കിൽ മറ്റൊരു എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണോ എന്നുള്ളത് ഡിസിഷൻ ആർക്ക് എടുക്കാം? നിങ്ങൾക്ക് എടുക്കാൻ പാടില്ലേ? ഇപ്പൊ നമുക്ക് ചിലപ്പോ വർക്കിംഗ് ടൈം ചിലപ്പോ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല, ചിലപ്പോ സാലറിയിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതാണ് on the basis of the information about the organization, the recruitee has the take the decision to join the organization. ആ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണോ എന്ന് ആർക്ക് തീരുമാനിക്കാം? റിക്രൂട്ടിക്ക് തീരുമാനിക്കാം. Hence, the organization must choose which information to be shared with the candidates. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്താണ്? ഓർഗനൈസേഷൻ ചൂസ് ചെയ്യണം, തെരഞ്ഞെടുക്കണം. ഏത് ഇൻഫർമേഷൻ നമുക്ക് വിച്ച് ഇൻഫർമേഷൻ, ഏത് ഇൻഫർമേഷൻ ആണ് കാൻഡിഡേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്
എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ റിക്രൂട്ട് സോഴ്സസ്. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തിൽ, സോഷ്യൽ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന്, അതായത് സോഷ്യൽ മീഡിയ വഴിയോ ജോബ് ഫെയർ നടത്തിയോ റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയോ, അതൊക്കെ എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ സ്ഥാപനത്തെ കുറിച്ചുള്ളത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഓർഗനൈസേഷന് തീരുമാനിക്കാം. ഓക്കെ, എന്തൊക്കെ വിവരങ്ങളാണ്, ഏതൊക്കെ വിവരങ്ങൾ നമ്മൾ പറയണം, ഇപ്പൊ എല്ലാരും പറയണമെന്നില്ല. അപ്പൊ എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ പറയണം എന്നുള്ളത് അത് ചൂസ് ചെയ്യുന്നത് ആരാണ്? അത് നമുക്ക് ഓർഗനൈസേഷന് തന്നെ തീരുമാനിക്കാം. അപ്പൊ നമ്മൾ പറയുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കാൻഡിഡേറ്റ്സ് അവിടെ ജോയിൻ ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറിയും കൊണ്ട് പറ്റും, വർക്കിംഗ് അവർ ഓക്കെയാണ്, അല്ലെങ്കിൽ സ്ഥാപനത്തെ കുറിച്ചുള്ള പറയുന്ന കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഓർഗനൈസേഷന് തീരുമാനിക്കാം എന്തൊക്കെ ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യണം, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സില്. ഓക്കെ, ക്ലിയർ ആയോ? അത് കോണ്ടാക്ടിങ് സോഴ്സസ് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. പിന്നെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു 2-way പ്രോസസ് ആണെന്നുള്ളത് നോക്കുക. അവിടെ ആരൊക്കെയാണ്? റിക്രൂട്ടറും റിക്രൂട്ടിയുമാണ്. റിക്രൂട്ടറിന് എന്താണ് കാൻഡിഡേറ്റ്സ് നൽകുന്ന വിവരങ്ങൾ നോക്കിയിട്ട് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് റിക്രൂട്ടറിന് തീരുമാനിക്കാം. ഇനി ഓർഗനൈസേഷൻ കൊടുക്കുന്ന വിവരങ്ങളെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ടിക്ക് ഏതാണ് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് ആപ്ലിക്കേഷൻ പൂൾ. നാലാമത്തെ ആണ് കേട്ടോ. പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിലെ നാലാമത്തെ സ്റ്റെപ്പ് ആണ് ആപ്ലിക്കേഷൻ പൂൾ. ദ ഫൈനൽ എയിം ഈസ് ടു അട്രാക്ട് more and more candidates so as to maintain flexibility in selection. സെലക്ഷനിൽ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യണം. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. The final aim is to attract more and more candidates so as to maintain flexibility in selection. No matter what method of recruitment is used. ഏത് റിക്രൂട്ട്മെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നതിൽ ഒരു പ്രധാനമില്ല. എന്താണ് മാക്സിമം നമ്മൾ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യണം. എന്തിനു വേണ്ടി? സെലക്ഷനിൽ ഫ്ലെക്സിബിൾ ആകാൻ, ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിന്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 10 വേക്കൻസി ഉള്ളൂ, 12 പേരുള്ളൂ. ആപ്ലിക്കേഷൻ പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പാട്ടോ. അപ്പൊ 12 കാൻഡിഡേറ്റ്സ് ഉള്ളെങ്കിൽ നമ്മൾ എന്തായാലും 10 പേരെ അതിന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്നൊരു 100 പേരുണ്ടെങ്കിൽ അതല്ലേ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നത്. അതിന് നമ്മൾ 100 പേരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. പ്രധാനമല്ല, ഏത് റിക്രൂട്ട്മെന്റ് രീതി ഉപയോഗിച്ചാലും ആ ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. ടു അട്രാക്ട് മോർ ആൻഡ് മോർ കാൻഡിഡേറ്റ്സ്. മനസ്സിലായോ? കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അതാണ് എന്തിനു വേണ്ടിയാണ്? സെലക്ഷൻ ഫ്ലെക്സിബിൾ ആകാൻ, ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. അത് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നത് അത് നോക്കാതെ തന്നെ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അതാണ് ഫൈനൽ എയിം എന്ന് പറയുന്നത്. The organization starts receiving application from potential candidates as soon as source of recruitment are contacted. പല സോഴ്സുമായി ആ ഒരു ഓർഗനൈസേഷൻ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അതാ നോക്കുന്നത്. The organization starts receiving application from potential candidates as soon as source of recruitment are contacted. റിക്രൂട്ട്മെന്റുമായിട്ട് the organization applications സ്വീകരിക്കുന്ന സമയത്ത് the organization starts receiving the application from potential candidates. ഏറ്റവും യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ അതാണ് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് ആ സ്ഥാപനം ചെയ്യുന്നത്. കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ആപ്ലിക്കേഷൻ പൂള് വേണം, ഒരു ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസ് വേണം. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെലക്ട് ചെയ്യാനാണ് ഓർഗനൈസേഷൻ ഇഷ്ടപ്പെടുന്നത്. The type of organization, kind of job and the
condition in a specific human resource market determine the number of application. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The type of organization, ഏത് തരത്തിലുള്ള സ്ഥാപനമാണ്, ഏത് തരത്തിലുള്ള ജോലിയാണ്, കൈൻഡ് ഓഫ് ജോബ്, ആൻഡ് ദ കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി, മാർക്കറ്റിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടോ അവരുടെ അവൈലബിലിറ്റി, അതാണ് കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി. ഇതാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നിർണ്ണയിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അത് ഇതാണ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നിർണ്ണയിക്കുന്നത്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, കൈൻഡ് ഓഫ് ജോബ്, and the condition in specific human resource markets, അതായത് മാർക്കറ്റിലുള്ള എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി, ഇതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസിന്റെ എണ്ണം, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്, അതിന്റെ എണ്ണം നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് ഇത്. മൂന്നെണ്ണോ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്യുക, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ആപ്ലിക്കേഷൻ പൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ആപ്ലിക്കേഷന്റെ ഗ്രൂപ്പാണ്, കൂട്ടം. നമ്മൾ പറഞ്ഞില്ലേ, അതായത് ആ സെലക്ഷനില് ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ, ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷൻ അട്രാക്ട് ചെയ്യണം. അതാണ് ഫൈനൽ എന്ന് പറയുന്നത്, is to attract more and more candidates. അണ്ടർലൈൻ ചെയ്തോട്ടെ അത് ഫസ്റ്റ് സെന്റൻസ്. എന്തിനു വേണ്ടി, as to maintain flexibility in selection. അതായത് ഇപ്പൊ നമ്മളെ 100 പേരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് 10 പേരെ സെലക്ട് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അല്ലാതെ 12 പേരിൽ നിന്ന് നമ്മൾ എന്തായാലും 10 പേരെ എടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണോ? 100 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യുന്നതാണോ ഏറ്റവും ബെസ്റ്റ്? അപ്പൊ നമുക്ക് ഏറ്റവും കഴിവുള്ളവരെ സെലക്ട് ചെയ്യാം. 100 ആപ്ലിക്കൻസിനെ നോക്കിയിട്ട് അതിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും അല്ലേ. ഇപ്പൊ 10 പേരെ സെലക്ട് ചെയ്യുന്ന 10 ആപ്ലിക്കൻസേ ഉള്ളെങ്കിൽ നമ്മൾ എന്തായാലും ആ 10 പേരെ സെലക്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അതിന് വ്യത്യാസമില്ലേ. അതാണ് കൂടുതൽ ആപ്ലിക്കൻസിനെ, കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? സെലക്ഷനിലെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇനി ഈ ആപ്ലിക്കേഷൻസിന്റെ നമ്പർ നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ? ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, കൈൻഡ് ഓഫ് ദ ജോബ്, ആൻഡ് the condition in specific human resource market. അതായത് മാർക്കറ്റിൽ ഉള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി. ഓക്കെ, ആപ്ലിക്കേഷൻ പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ, ഗ്രൂപ്പ്. ഇനി അടുത്തത് നോക്കിയേ, സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്, the process of classifying applicants in order to hire those who are more competent for the job is called സെലക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ. എന്താ സെലക്ഷൻ എന്ന് പറയുന്നത്? സെലക്ഷൻ എന്താ? ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈയിങ് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിനെ ക്ലാസിഫൈ ചെയ്യാണ്, തരംതിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെ? ഇൻ ഓർഡർ ടു ഹയർ ദോസ് ഹു ആർ മോർ കോമ്പീറ്റന്റ്. ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യനാരാണോ, അല്ലെ, ആ ജോലിക്ക് കൂടുതൽ കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ ഹയർ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കൻസിനെ തരംതിരിക്കുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ട് ചെയ്യുക എന്തിനാ? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടാൻ വേണ്ടിയല്ലേ. ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത്, ഈ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്, the process of classifying applicants. എന്തിനു വേണ്ടി? ആ ജോലിക്ക് കൂടുതൽ അനുയോജ്യനായ ആളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ആപ്ലിക്കൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സെലക്ഷൻ പ്രോസസ്. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാം. The process of classifying applicants in order to hire those who are more competent for the job is called a dash. എന്താ പറയുന്നത്? സെലക്ഷൻ. സെലക്ഷൻ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഏറ്റവും
അനുയോജ്യനായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കാൻ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കൻസിനെ തരംതിരിക്കുന്നു. അതാണ് സെലക്ഷൻ. ഓക്കെ, സെലക്ഷൻ പ്രോസസ് റിക്വയർ. ഇനി സെലക്ഷൻ പ്രോസസ്സിന് എന്ത് വേണം? എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്. അതിന് പ്രത്യേക ടെക്നിക്ക് വേണം. സെലക്ഷൻ പ്രോസസ് റിക്വയർ എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്സ്. പ്രത്യേക സാങ്കേതിക വിദ്യകൾ വേണം. Thus, the selection process involves. സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാന്നൊക്കെ? എക്സ്പേർട്ട്. Involves the expert employees who are proficient in using selection test, then conducting interview. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്താ? സെലക്ഷൻ ടെസ്റ്റുകള് ഉപയോഗിക്കുന്നതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആ എക്സ്പേർട്ടുകള് അവര് സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. സെലക്ഷൻ ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നതിനും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിനും ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. ആർക്കും ചെയ്യാൻ പറ്റില്ല അല്ലെ സെലക്ട് ചെയ്യുക, സെലക്ഷൻ പ്രോസസ്സ്. അപ്പൊ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കാൻ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ, അതിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള, പ്രാഗൽഭ്യമുള്ള, എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഉൾപ്പെടുന്നു. സെലക്ഷൻ പ്രോസസ് ഇൻവോൾവ്സ് ഡാഷ് ചോദിക്കാട്ടോ. സെലക്ഷൻ പ്രോസസ്. ഇനി അടുത്ത നോക്കിയേ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ലാസ്റ്റത്തെ എന്താ? ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. It is necessary to enhance the efficiency of recruitment attempt in future. എന്തിനു വേണ്ടിയാ? എഫിഷ്യൻസി, കാര്യക്ഷമത. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക. എന്തിനാവശ്യമാണ്? ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് റിക്രൂട്ട്മെന്റ് attempt in future. ഭാവിയിലേക്ക് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ്, അതിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ അത് അത്യാവശ്യമാണ്. ഇവാലുവേറ്റ് ചെയ്യണ്ടേ? നമ്മൾ ഓരോന്നും വിലയിരുത്തണം. ഇവാലുവേറ്റ് ചെയ്യുക, മൂല്യനിർണ്ണയം നടത്തുക, വിലയിരുത്തുക. ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ അത് ലാസ്റ്റ് സ്റ്റെപ്പാ പറഞ്ഞേക്കുന്നത്, 6ാമത്തെ സ്റ്റെപ്പായിട്ടാണ്. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ വരുന്നുണ്ട്. അതെന്തിനാണ്? ഇറ്റ് ഈസ് നെസസറി ടു എൻഹാൻസ്, മെച്ചപ്പെടുത്തുക, ദി എഫിഷ്യൻസി ഓഫ് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. നമ്മൾ എന്താ? ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് റിക്രൂട്ട്മെന്റ്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ഇസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്. വളരെ എക്സ്പെൻസീവ് ആണ്. ഒരു റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ ചിലവേറിയ കാര്യമാണ് അല്ലെ. കുറെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഓരോന്നും ചെയ്യുക എന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, വില പിടിച്ച കാര്യമാണ്. ഇൻവോൾവ്സ് കോസ്റ്റ് സച്ച് ആസ് ദ റിക്രൂട്ടർ. അവിടെ കുറെ കോസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് സച്ച് ആസ് റിക്രൂട്ടറിന്റെ സാലറി വേണം. വെറുതെ വന്ന് അവര് ചെയ്യോ? ഇപ്പൊ 100 കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അവര് ചെയ്യോ? വെറുതെ വന്ന റിക്രൂട്ടറിന് സാലറി കൊടുക്കണം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ സാലറി എത്ര വെച്ചാൽ അത് കൊടുക്കണം. അഡ്വർടൈസിങ് കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ടേ? ഇന്ന ദിവസം ഇന്ന കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അതിന് വരുന്ന ചെലവ്, മാനേജറിന്റെ സാലറി, ആർ ദ വേരിയസ് അതർ കോസ്റ്റ്, മറ്റുള്ള കോസ്റ്റുകൾ, ഇതെല്ലാം റിക്രൂട്ട്മെന്റ് കോസ്റ്റില് ഉൾപ്പെടുന്നതാണ്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. റിക്രൂട്ടേഴ്സിന്റെ സാലറി, അഡ്വർടൈസിങ് കോസ്റ്റ്, മാനേജർ സാലറി ആൻഡ് അതർ വേരിയസ് കോസ്റ്റ്. ഇതാ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസീവ് ആണ്. നിയമന പ്രക്രിയ, അതാണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു എക്സ്പെൻസീവ് ആണ്, വളരെ ചിലവേറിയ കാര്യമാണ്. റിക്രൂട്ടറിന്റെ സാലറി, അഡ്വർടൈസിംഗ് കോസ്റ്റ്, മാനേജറിന്റെ സാലറി ആൻഡ് വേരിയസ് അതർ കോസ്റ്റ്, മറ്റുള്ള കോസ്റ്റുകളൊക്കെ വരും. ഇറ്റ് ഈസ് ദസ് നെസസറി ടു ഇവാലുവേറ്റ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതുകൊണ്ട് എന്താ? ഇവാലുവേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് അല്ലേ? അതുകൊണ്ട് ഈ റിക്രൂട്ട്മെന്റ്
ആ പ്രോസസ് അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത്രയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ആ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർഡർ തന്നെ പഠിച്ചു വെക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി കോണ്ടാക്ടിങ് സോഴ്സസ്. അടുത്തതാണ് ആപ്ലിക്കേഷൻ പൂള്. അതിൽ നിന്ന് സെലക്ഷൻ പ്രോസസ് നടത്തുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആറാമത്തെ പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ പറയുന്നത്. എന്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തിനാ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആണ്. അതിലെ റിക്രൂട്ടറിന്റെ സാലറി, അഡ്വർടൈസിംഗ് കോസ്റ്റ്, മാനേജറിന്റെ സാലറി, അതുപോലെ മറ്റുള്ള കോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? വായിച്ചു വെക്കണോട്ടോ. ഇന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. ചേച്ചിട്ട് അവിടെ ഒരു തമ്പ് തന്നിട്ടുണ്ട് എനിക്ക്. വൈഷ്ണവ്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വന്നില്ലേ? അണ്ടർലൈൻ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ഇടാം കേട്ടോ. അവിടെ സെലക്ഷൻ എന്താന്നുള്ളത് നോക്കാം. ഈ സെലക്ഷൻ പ്രോസസ്സിന് സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കുകൾ വേണമെന്ന് പറഞ്ഞു. സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നവരായിരിക്കാം എക്സ്പേർട്ട് എംപ്ലോയീസ് ആണ്. ആർക്കും ചെയ്യാൻ പറ്റൂല. എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ്. ഇതാണ് സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്ട് എംപ്ലോയേഴ്സ് ആണ് സെലക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിടാൻ കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സുകളാണ് കേട്ടോ. Source of recruitment. Source of recruitment are the means of selecting the candidates for the process of recruitment. നമ്മൾ പറഞ്ഞത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനായിട്ട് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് ഏത്? സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ കാൻഡിഡേറ്റ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കണ്ടേ? അതിന്റെ മാർഗങ്ങളാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനായിട്ട് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന മാർഗം, അതാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ ദ മീൻസ് ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഫോർ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്, അതാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ത്രൂ the source of recruitment once get to know about the availability of the number of suitable candidates. Recruitment sourceലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? One get the know about the availability, ലഭ്യത അറിയാൻ പറ്റും. Number of suitable candidates, suitable candidates, അനുയോജ്യമായിട്ട് ആ ജോലിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ നമ്പർ അതിന്റെ അവൈലബിലിറ്റി, ലഭ്യത നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ പറ്റും. To once get to know about the availability, ലഭ്യത, എന്നിട്ട് number of suitable candidates, suitable ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അതിന്റെ ലഭ്യത അറിയാൻ പറ്റും. Whenever the recruitment plan demonstrating the number and the types of prospective candidates is finalized, then the recruitment source are considered. Recruitment plan correct number ആകുമ്പോൾ, recruitment plan demonstrating the number and the type of prospective candidates, അതേ എണ്ണം, അത് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അങ്ങനെ റിക്രൂട്ട്മെന്റ് പ്ലാന് അത് ഫൈനൽ ആക്കുമ്പോൾ അടുത്തെന്താ? then the recruitment sources are, ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് കൺസിഡർ ചെയ്യുന്നു. This make it necessary to identify recruitment sources from which these candidates can be attracted. കണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? This make it necessary, അത്യാവശ്യമാണ്, to identify recruitment sources from these candidates can be attracted. Candidates attract ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അത്രയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. There are two main sources of recruitment which are the follows.
രണ്ട് മെയിൻ സോഴ്സ് ആണ്. അപ്പൊ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ആർ ദ മീൻസ് ഓഫ് സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. സെലക്ട് ചെയ്യാണ് കാൻഡിഡേറ്റ്സിനെ, എന്തിനാ? ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടി കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി, അത്രയും നമ്പർ, അവൈലബിലിറ്റി ഓഫ് ദ നമ്പർ ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് അത് അറിയാൻ പറ്റും. ഇനി അടുത്ത എന്താ? ഒരു സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിന്റെ അത്രയും എണ്ണവും അതേ തരവും കാണിക്കുന്ന റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനൽ ആകുമ്പോൾ ആ റിക്രൂട്ട്മെന്റ് സോഴ്സ് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്? കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. There are two main source of recruitment. ഇത് പഠിക്കണോട്ടോ. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. എക്സാമിന് ചോദിക്കാം, ഇന്റേണൽ സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത് ഏത് എന്ന് ചോദിക്കാം കേട്ടോ. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഏതൊക്കെയാ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ്? രണ്ടെണ്ണം പറയുന്നത് ഇന്റേണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട്. ഇന്റേണൽ സോഴ്സിൽ വരുന്ന ഏതൊക്കെയാന്ന് നോക്കിയേ. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൽ, ഫോർമർ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. ഇതാണ് എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത്. സോറി, ഇന്റേണലില്. എക്സ്റ്റേണൽ സോഴ്സിൽ ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. ഡീറ്റെയിൽ നമുക്ക് താഴെ ഉണ്ട്, ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പൊ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇന്റേണൽ സോഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. Internal source. Okay, the process of filling job opening by choosing from the pool of existing workforce in the organization. എന്താ അപ്പോ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനില് നിലവിലുള്ള വർക്ക് ഫോഴ്സ്, നിലവിലുള്ള എംപ്ലോയീസ്, എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്, അവരെ കൊണ്ട് തന്നെ അവന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒഴിവുകൾ നിരത്തുന്നു. അതിനെയാണ് ഇതെന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും പേരില്ലേ, അപ്പൊ നമ്മൾ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ ഉള്ളിലുള്ളവര് മാത്രമേ. അതിൽ നിന്നാണ് ഇപ്പൊ ഒരു ജോബ് വേക്കൻസി വന്നു, നമ്മുടെ സ്ഥാപനത്തിൽ ജോബ് വേക്കൻസി വന്നു, നമ്മുടെ ഇവിടെ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്, നമ്മൾ ഇത്രയും പേര് ഓൾറെഡി ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലേ. അപ്പൊ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിൽ നിന്ന് നമുക്ക് സ്മിതേനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അനുവിന് വേണമെങ്കിൽ എടുക്കാം. അതായത് ഉള്ളിലാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്, നിലവിലുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെയാണ് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടോ. The process of filling job opening, എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? By choosing from the pool of, ഒരു കൂട്ടം, എവിടെ നിന്ന്? എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനില് നിലവിലുള്ള വർക്ക് ഫോഴ്സ്, അതിൽ നിന്ന് ആ ജോബ് ഓപ്പണിംഗ്, ആ ജോബ് ഫില്ല് ചെയ്യുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇന്റേണല് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, പുറത്തേക്ക് അന്വേഷിക്കൊന്നുമില്ല. ഓർഗനൈസേഷനിൽ നിലവിലുള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെ ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നു. ഇനി the following methods or technique can be used while recruiting internally. Internal recruitmentല് നമ്മൾ ഈ താഴെ പറയുന്ന മെത്തേഡുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ആണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ഫസ്റ്റ് എന്താ? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. മനസ്സിലായോ? ട്രാൻസ്ഫർ രണ്ട് നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ്. എനിക്ക് ട്രാൻസ്ഫർ ആയി, അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞ് ചെലവൊക്കെ നമുക്ക് തരാറുണ്ട്. എന്താ ട്രാൻസ്ഫറും പ്രൊമോഷനും തമ്മിലുള്ള വ്യത്യാസം? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ എന്താ? ട്രാൻസ്ഫേഴ്സ് ആൻഡ് പ്രൊമോഷൻ ആർ വേസ് ഓഫ് ഫില്ലിംഗ് ഓർഗനൈസേഷണൽ ജോബ് വേക്കൻസി ഇന്റേണലി. രണ്ടും ഇന്റേണൽ ആയിട്ട് തന്നെ, പുറമേന്ന് ആരെയും എടുക്കാനുള്ള അല്ലെ. ട്രാൻസ്ഫറും പ്രൊമോഷനും എങ്ങനെയാ? ആർ ദ വേസ് ഓഫ് ഫില്ലിംഗ് ഓർഗനൈസേഷണൽ ജോബ് വേക്കൻസി. ഇന്റേണൽ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്, ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഇന്റേണൽ മൂവ്മെന്റ് വിത്ത് ദ സെയിം ഗ്രേഡ് ഫ്രം one job to another is called transfer. Underline ചെയ്തേ. സെയിം ഗ്രേഡാ, അവരിപ്പോ ഏത് ഗ്രേഡിലാണോ അതേ ഗ്രേഡിൽ തന്നെയാണ് ഒരു ജോബിൽ നിന്ന് അടുത്ത ജോബിലേക്ക്. ഫ്രം വൺ ജോബ് ടു അനദർ, അതാണ് ഇത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.
സെയിം ഗ്രേഡ്, സെയിം സാലറി. സാലറിയിൽ വ്യത്യാസം ഉണ്ടോ ട്രാൻസ്ഫർ ആയെന്ന് വെച്ച്? ഇല്ല. സെയിം ഗ്രേഡ്, സെയിം സാലറി ഒക്കെയാണ്. ഇന്റേണൽ മൂവ്മെന്റ് within the same grade from one job to another is called a dash. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അണ്ടർലൈൻ ചെയ്തേ. ഓക്കെ, ട്രാൻസ്ഫർ അവിടെ എന്താണ്? സെയിം ഗ്രേഡ് ആണ്, സെയിം ഗ്രേഡ്, സെയിം സാലറി. ക്ലിയർ ആയോ? എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളത്? ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ the same grade from one job to another. ഒരു ജോലിയിൽ നിന്ന് മറ്റു ജോലിയിലേക്ക്. സെയിം ഗ്രേഡ് തന്നെ, സെയിം സാലറി തന്നെ. അടുത്ത് നോക്കിയേ. Whereas the movements of an employee from lower level position to the higher level position along with the changes in work, responsibility, status and value is termed as promotion. എന്താ പ്രൊമോഷൻ എന്ന് പറയുന്നത്? The movement of employee from lower position to higher level. താഴേക്കിടയിലായിരുന്നു, അയാളെ പ്രൊമോട്ട് ചെയ്തു, പ്രൊമോഷൻ കൊടുത്തു എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഗ്രേഡ് വ്യത്യാസം വന്നു, ഹയർ പൊസിഷനിലേക്കായി. ഇപ്പൊ നമ്മൾ ചെന്നപ്പോ ചെറിയ ഒരു ഏറ്റവും ലോവർ പൊസിഷനിലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനെ എന്താണ് കുറച്ചും കൂടി ഹയർ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്തു, പ്രൊമോഷൻ ചെയ്തു. അപ്പോൾ നോക്കി എലോങ് വിത്ത് ചെയ്ത് വർക്കിൽ വ്യത്യാസം വരൂല്ലേ? പണ്ടത്തെ ജോലിയാണോ പിന്നെ പ്രൊമോഷൻ കിട്ടി കഴിയുമ്പോ ജോലിയിൽ വ്യത്യാസം, കുറച്ചും കൂടി ഉയർന്ന ഒരു പൊസിഷനിലേക്കല്ലേ നമ്മളെ പ്രൊമോട്ട് ചെയ്തത്. അത് വർക്കിൽ വ്യത്യാസം വരും, റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളിൽ വ്യത്യാസം വരും, സ്റ്റാറ്റസ് നിലയിൽ വ്യത്യാസം വരും, ആൻഡ് വാല്യൂ മൂല്യം ഈസ് ടേംഡ് ആസ് പ്രൊമോഷൻ. അതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറയണേ. പ്രൊമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണെന്ന് ക്ലിയർ ആയോ? രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എക്സാമിന് മിക്കവാറും ചോദിക്കാറുണ്ട്. സെന്റൻസ് തന്നെ നമുക്ക് തരും അവിടെ. ഡാഷ് എന്ന് തരും അവിടെ കേട്ടോ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം ഗ്രേഡ്, സെയിം സാലറി, എല്ലാം സെയിം ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ. ഓക്കെ. എന്നാൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ ലെവലിലേക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഉയർന്ന സ്ഥാനത്തേക്കാണ്. അതിനനുസരിച്ച് വർക്കിൽ വ്യത്യാസം വരും, അവർക്കുടെ റെസ്പോൺസിബിലിറ്റീസിന് വ്യത്യാസം വരും, അവരുടെ സ്റ്റാറ്റസ് വ്യത്യാസം വരും, വാല്യൂ ഇതിലൊക്കെ വ്യത്യാസം വരും. അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? നമ്മള് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് പറഞ്ഞത്. അതിൽ ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതില് ഫസ്റ്റത്തെ ആണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടോ, ട്രാൻസ്ഫറും പ്രൊമോഷനും. ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സെയിം ഗ്രേഡ് തന്നെ, സാലറി സെയിം തന്നെ, ഒരു ഇതിൽ നിന്ന് അടുത്ത ഇതിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ കേട്ടോ. വൺ ജോബിൽ നിന്ന് വൺ ജോബ് ടു അനദർ. ഇനി പ്രൊമോഷൻ ആകുമ്പോ എങ്ങനെയാണ്? ലോവർ ലെവലിലായിരുന്നു, അവിടെ നിന്ന് ഹയർ ലെവലിലേക്ക് മാറ്റി. അപ്പൊ വർക്കിൽ വ്യത്യാസം, റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസം, സ്റ്റാറ്റസ് വ്യത്യാസം, വാല്യൂ മൂല്യത്തിലൊക്കെ വ്യത്യാസം വരും. രണ്ടാമത്തെയാണ് ജോബ് പോസ്റ്റിംഗ്. ഈസ് ഓൾസോ നോൺ ആസ് ജോബ് അഡ്വർടൈസ്മെന്റ് ഓർ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയാം. ജോബ് പോസ്റ്റിംഗ് ആണ് രണ്ടാമത്തത്. ജോബ് പോസ്റ്റിംഗ്. Okay, job posting. It is an in-house method of recruitment in which notices of vacant jobs are posted at important places of the organization, such as employee lounges, cafeterias, and elevators. And employees are provided with a large amount of time to apply for the vacant job. കണ്ടോ? ഈ ലോഞ്ചസ് എന്ന് പറയുന്നത് അവരുടെ വിശ്രമ മുറിയാണ് കേട്ടോ. എംപ്ലോയി ലോഞ്ചസ്,
ഈ ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ഒഴിവുള്ള ഒരു തസ്തിക, ഒഴിവുള്ള പൊസിഷനിലേക്കുള്ള ഒരു പരസ്യമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതില് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക, ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ്. ജോലിയുടെ ഡീറ്റെയിൽസ്, ഉത്തരവാദിത്തങ്ങള്, എങ്ങനെ അപേക്ഷിക്കണം എന്നിവയെ കുറിച്ചും ആ ഒരു പൊസിഷനെ കുറിച്ചും ഒക്കെ കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നതിനുള്ള എംപ്ലോയറിന്റെ പൊതുവായിട്ടുള്ള ഒരു പരസ്യമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നോക്കിയാൽ അവരുടെ എംപ്ലോയീസിന്റെ ലോഞ്ചസ്, വിശ്രമമുറികളില്, കഫറ്റീരിയയില്, എലിവേറ്ററില്, ലിഫ്റ്റ് തുടങ്ങിയ ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു, പ്രധാന ഒഴിവുകൾ നികത്തുന്നതിന് അതിനുള്ള ഒരു അറിയിപ്പാണ് ഏതെന്ന് പറയുന്നത്. ഒരു അറിയിപ്പ് പതിക്കുന്നതിനെയാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻഹൗസ് മെത്തേഡ് ആണ്. ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ ഒഴിവുള്ള ഒരു പൊസിഷനിലേക്കുള്ള ഒരു പരസ്യമാണ്, ഒരു നോട്ടീസ് ആണ് ഏത് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Nowadays, job posting is being used as one of the most creative way of the recruitment in organization. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Okay, various organizations consider job posting an inbuilt part of an effective career management system. അവരുടെ കരിയറിനെ കുറിച്ച് അല്ലെ നമുക്കൊരു നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് ഒരു തൊഴിലവസരങ്ങളെ കുറിച്ച് കാൻഡിഡേറ്റ്സിനെ, എംപ്ലോയീസിനെ അറിയിക്കാനുള്ള ഒരു കാര്യമാണ് ജോബ് പോസ്റ്റിംഗ് എന്നുള്ളത്. ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്, ഒരു നോട്ടീസ് ആണ് അത്. Okay, it is considered to the easiest and most commonly used method by employer to inform the employee about the job opening. Last sentence it is considered to the easiest, ഏറ്റവും ഈസി ആയിട്ടുള്ള, മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ്. ആര്? എംപ്ലോയർ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്, ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ്. എന്തിനു വേണ്ടി? ടു ഇൻഫോം എംപ്ലോയീസ് അബൌട്ട് ദ ജോബ് ഓപ്പണിംഗ്. ജോബ് ഓപ്പണിംഗിനെ കുറിച്ച് എംപ്ലോയീസിനെ അറിയിക്കുന്നതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഇത്, ഈ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് ഓപ്പണിംഗിനെ കുറിച്ച് അറിയിക്കാൻ, അതായത് എംപ്ലോയിയുടെ ആ ലോഞ്ചസ്, വിശ്രമമുറികളിലോ കഫറ്റീരിയാസിലോ എലിവേറ്ററിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ജോലിയുടെ ഒഴിവുകളോ ആ ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള് അതിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്നതിനുള്ള അറിയിപ്പുകൾ പതിക്കുന്ന ഒരു ഇൻഹൗസ് മെത്തേഡ് ആണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോ, ആ ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. Dash is an in-house method of recruitment which notice എന്ന് കാണുമ്പോൾ അറിയാലോ, നോട്ടീസ് ഓഫ് വേക്കന്റ് ജോബിന്റെ നോട്ടീസ് ഈ ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പതിക്കുന്നു. അതാണ് ജോബ് പോസ്റ്റിംഗ്. ക്ലിയർ ആയോ? അപ്പൊ എംപ്ലോയീസിന് കുറെ ടൈം, ലാർജ് എമൗണ്ട് ഓഫ് ടൈം ടു അപ്ലൈ ചെയ്യാനുള്ള ടൈം കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് മെത്തേഡ് ആണ് ഇത്, ക്രിയേറ്റീവ് വേ ആണ്. മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റീവ് വേ ഓഫ് റിക്രൂട്ട്മെന്റ് ഇൻ ഓർഗനൈസേഷൻ, ഇത് ക്രിയേറ്റീവ് ആയിട്ട് മാർഗമാണ്. പിന്നെ അതിനകത്ത് ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ്, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ല. Easiest and most commonly used method of employer to inform the employee about the job opening. Job opening നെ കുറിച്ച് എംപ്ലോയിനെ അറിയിക്കാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടെണ്ണമാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്ന ജോബ് പോസ്റ്റിംഗ്. ഇന്റേണൽ സോഴ്സില് ഫസ്റ്റത്തെ ഏതാണ്? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. രണ്ടാമത്തെയാണ് ജോബ് പോസ്റ്റിംഗ്. എല്ലാവരും ഇത് തന്നെ ഒന്ന് വായിച്ചു വെച്ചിരിക്കുക കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, വായിച്ചു വെക്കുന്നില്ലേ നിങ്ങള്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കറക്റ്റ് ആയിട്ട് വായിച്ചു വെച്ചാൽ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതൊന്നും തന്നെ വായിച്ചില്ലേ പിന്നെ മറന്നു. ഇപ്പൊ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും,
പിന്നെ അടുത്ത ആഴ്ച നമ്മൾ എടുക്കുള്ളൂ, അന്നേരത്തേക്ക് മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് എത്ര ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.